ഹായ് ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഈ 5 മാർക്കിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കറക്റ്റ് ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ഫിഗറിന് 1 മാർക്ക് ഉണ്ട്. പിന്നെ ഫിഗർ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ അങ്ങോട്ട് ബാക്കിയെല്ലാം നമുക്ക് തെറ്റും. അപ്പോൾ ഇതിൽ കറക്റ്റ് ഫിഗറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്കൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അത് കേസ് സ്റ്റഡി ആയിട്ട് വരാം, അല്ലെങ്കിൽ സെക്ഷൻ ഡിയിലും വരാം. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും സോൾവ് ചെയ്യുന്നില്ല, അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് വായിക്കട്ടെ കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. 2 ships are sailing in the sea on either side of a lighthouse. The angle of depression to the 2 ships are observed from the top of the lighthouse are 60 degree and 40 degree respectively. If the distance between the ship is 100 into 1 plus root 3 by root 3 meter, then find the height of the lighthouse. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഷിപ്സ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഡയറക്റ്റ് ഷിപ്പിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയഗ്രാം. അതായത് AB ലൈറ്റ് ഹൗസാണ്, ഇത് സീ ലെവലാണ് PQ. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിൽ നിന്ന് ഈ ഷിപ്പിലേക്ക് നോക്കുമ്പോഴുള്ള ഡിപ്രഷൻ ആംഗിൾ 60 ഡിഗ്രി. ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഈ സീ ലെവലിന് നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കണം, ബിക്കോസ് ഇത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയതുകൊണ്ടാണ്. Pയും Q ആണ് ഷിപ്പ്, മനസ്സിലായില്ല. അപ്പോൾ ഇത് ഒരു ലൈറ്റ് ഹൗസ് ആണ്, AB ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസ് നോക്കുമ്പോൾ ഇങ്ങോട്ട് ഒരു ഷിപ്പ് ഈ സൈഡിലും ഒരു ഓപ്പോസിറ്റ് സൈഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ ഷിപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ 60 ഡിഗ്രി ആണ്. സോ ദിസ് ആംഗിൾ ഇസ് 60. വൈ? ബിക്കോസ് ദേ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതുപോലെ ഇവിടെ നിന്നുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ 45 ഡിഗ്രി ആണ് ഈ ഷിപ്പിലേക്കുള്ളത്, കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഇസ് ഓൾ, ഇവിടെ എത്ര വരും? 45 ഡിഗ്രി. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഈ 2 ഷിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ലൈറ്റ് ഹൗസ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് AB ആണ്. അതിനായിട്ട് നമ്മളിവിടെ ഈ റൈറ്റ് ട്രയാങ്കിൾ, ഒന്ന് ഇത് PABയും ഒരെണ്ണം QABയും. സോ അപ്പോൾ ഈ കറക്റ്റ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആണെന്ന് അറിയാമല്ലോ. ഇൻ റൈറ്റ് ട്രയാങ്കിൾ PAB, വാട്ട് ഈസ് tan 60? tan 60 എടുക്കുമ്പോൾ നമുക്ക് AB by PA കിട്ടും. ഓക്കെ, tan 60 degrees equal to AB divided by PA. Okay, tan 60 we know it is root 3 equal to AB by PA. So what is PA? AB by root 3. അപ്പോൾ PQ ആക്ച്വലി ഈക്വൽ ടു PA പ്ലസ് AQ ആണല്ലോ. ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത റൈറ്റ് ട്രയാങ്കിളിൽ ഇൻ റൈറ്റ് ട്രയാങ്കിൾ QAB, പിന്നെ tan 45 ഡിഗ്രി, ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? tan 45 നോക്കൂ, AB ഡിവൈഡഡ് ബൈ AQ. AB divided by AQ. Tan 45 we know it is 1 ആണ്. 1 equal to AB by AQ. That means AB equal to AQ. ആയില്ലേ? അപ്പോൾ ഇനി നമുക്ക് AQൻ്റെ പ്ലേസിലും AB സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് PA പ്ലസ് ഇക്വേഷൻ 1ഉം 2ഉം കൂടെ, അതായത് PA പ്ലസ് AQ ഈക്വൽ ടു, ഇനി ഈ AQൻ്റെ പ്ലേസിൽ നമുക്ക് AB സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പോൾ PA എത്രയാണ്? നമ്മളുടെ
AB by root 3. Okay. Plus AQന് പകരം നമുക്ക് എന്ത് എഴുതാം? AQ ഓൾസോ ഈക്വൽ ടു AB ആണ്. AB ഇതായല്ലോ. എന്തുകൊണ്ടാണ്? AQ ഈക്വൽ ടു AB ആയതുകൊണ്ട്. ബട്ട് ഇത് PA പ്ലസ് AQ ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. PQ ഈസ് 100 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ബൈ റൂട്ട് 3. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മാത്രം മതി, കിട്ടി. ദറ്റ് ഈസ് AB divided by root 3 plus AB, that is equal to 100 into 1 plus root 3 divided by root 3. 3 meter ആണ് ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. Taking AB common, we get 1 by root 3 plus 1, that is equal to 100 into 1 plus root 3 divided by root 3. Okay. ഇത് LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? AB ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 3. നോക്കൂ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് ക്യാൻസലായി. AB ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 100 മീറ്റർ. ഒന്നും കൂടി കൺക്ലൂഷൻ എഴുതണം. സോ ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് ഹൗസ് ഇസ് 100 മീറ്റർ എന്ന് നമ്മൾ കൺക്ലൂഷൻ എഴുതാൻ മറക്കരുത്. നമ്മുടെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് AB ആണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊരു NCERTയിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സോൾവ് ചെയ്തത്. 5 മാർക്കാണ്. നന്നായിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കുക, തനിച്ച് സോൾവ് ചെയ്യാം. വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.